CNC CNC തീർന്നല്ലേ, CNC തീർന്നു, ഇപ്പൊ ഇനിയിപ്പം വേറെ CNC-യിലൊന്നും ഇല്ല. അപ്പം അതിൽ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കും. ഈ മെക്കാനിസം ഓഫ് ചിപ്പ് ഫോർമേഷനും അതുമായിട്ട് ബന്ധപ്പെടണം. മെഷീൻ ടൂൾ ആണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പം മെഷീൻ ടൂളിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണിത്. എത്ര ടൈപ്പ് ഓഫ് കട്ടിംഗ് ഉണ്ട്, അല്ലെങ്കിൽ കട്ടിംഗ് ടൂൾ എന്താണ്, കട്ടിംഗ് ടൂളിന്റെ നോമൻക്ലേച്ചർ എന്താണ്, അതുപോലെ തന്നെ എത്ര ടൈപ്പ് ഓഫ് ചിപ്പുകളുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടൂൾ ലൈഫ് എന്താണ് ഒരു സാധനത്തിന്റെ മെഷീനബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ഇതൊക്കെ ബേസിക് ആണ്, വളരെയധികം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതെന്തായാലും നോക്കണം. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഓൾറെഡി ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഓൾറെഡി നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓർത്തോഗണൽ കട്ടിംഗ് എന്നും അതുപോലെ തന്നെ നമ്മുടെ ഒബ്ലിക് കട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മെത്തേഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ടെക്സ്റ്റിൽ. പക്ഷെ അത് പഠിക്കുന്ന കട്ടി ഇതങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ പരിപാടി ചെയ്യും. കാരണം നമുക്ക് CNC തീർന്നല്ലോ. CNC ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? എല്ലാം ഓർമ്മിച്ചിട്ട് പറയാൻ നോക്കട്ടെ. ഒന്നുമില്ലല്ലോ. CNC നമ്മൾ ഏറെക്കുറെ എല്ലാം തീർത്തില്ലേ നമ്മുടെ പരീക്ഷയ്ക്ക്. ഏത് ടൂൾ ലൈഫ് കണ്ട അതിനകത്ത് വരുന്നുണ്ട്. ടൂൾ ലൈഫ് VT റേഷ്യോ ഈസ് എ കോൺസ്റ്റന്റ്, അത് മാത്രമേ ഉള്ളൂ ടൂൾ ലൈഫിന്റെ ഇക്വേഷൻ. അത് മാത്രം നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുള്ളൂ, അതേസമയം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതിൽ ആ സമയത്ത് അത് കവർ ആവും. വേറെ ഒന്നുമില്ലല്ലോ. നോക്കി വെക്കണേ, ഇടയ്ക്ക് മറിക്കും ടെക്സ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഏതെങ്കിലും പറയാതെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ. എന്റെ അറിവിൽ ഞാൻ നോട്ട് എഴുതി വെച്ചിരിക്കുന്ന ആ സാധനങ്ങൾ പ്രകാരമാണെങ്കിൽ ഞാൻ എല്ലാം ഏറെക്കുറെ കവർ ചെയ്തു. പിന്നെ മറ്റേ കാൻഡ് സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു അത് നമുക്ക് പഠിക്കണ്ട, ചുമ്മാ അത് മെനക്കെട്ട് പഠിച്ചിട്ട് ഓർമ്മിക്കത്തില്ലല്ലോ. ഓർമ്മിക്കോ കാൻഡ് സൈക്കിൾ ഒന്നും ഇല്ലല്ലോ? കണ്ട ഓർമ്മിക്കൊന്നുമില്ല. സാധാരണ ഒരു പ്രോഗ്രാം കേട്ടില്ല. ഇല്ല അത്ര ഡീപ്പൊന്നും ഇല്ല. കാരണം അത്ര ഡീപ്പായിട്ട് നമുക്ക് അവർക്ക് സിലബസിൽ പോലും പഠിപ്പിക്കാനില്ല. പിന്നെ വേറെ RIC-യിൽ പോയ ഏവനോ എടുത്ത പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? ഇല്ല. ഇത് സിലബസിൽ ആക്ച്വലി ഇല്ല, പക്ഷെ പഠിക്കണം, അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ RIC-യിൽ പോയ അവൻ എന്ന് പറഞ്ഞ എന്തിനായിരുന്നു, വളരെ കുറച്ച് ചോദിച്ചുള്ളൂ, ഒന്നും ചോദിച്ചില്ലെന്നല്ലേ പറഞ്ഞേ? എളുപ്പമായിരുന്നല്ലേ പറഞ്ഞേ? വിളിച്ചു നോക്കിയോ? അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്താണ് സംഭവം എന്ന് അറിയാൻ. എന്നാലും സിമ്പിൾ തന്നെ ആയിരിക്കുള്ളൂ, അത്ര ഇതാകത്തില്ല, അത്ര കടുപ്പിക്കത്തില്ല. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് വരും അത്രക്ക്. അതെ, അതായത് നമുക്കിപ്പം അറിയേണ്ട, നമ്മളിപ്പം ഇതെന്ന് പറഞ്ഞപ്പോൾ ഏറെക്കുറെ ഒരു 60% നമ്മുടെ തിയറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 60%, 40% കൂടെ ഉള്ളൂ. കാരണം ബാക്കി എന്താണ് രീതിന്റെ ഓപ്പറേഷനും കാര്യങ്ങളും കൂടെ ആകുമ്പോഴത്തേക്കും ബാക്കി 40% എല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ എക്സ്ട്രാ ആയിട്ട് സാധനങ്ങൾ അറിയേണ്ടത് ആ CV ഇല്ലേ അവര് തരുന്നില്ല, ഫോമില്ലേ 28A എന്ന് പറഞ്ഞ ഫോം, അത് ഫില്ല് ചെയ്യണം. അത് പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്തിട്ട് അതിലുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കണം. ആ കാര്യം പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ എന്താണ് ആ ബേസിക് ആയിട്ട് അറിയേണ്ടത്, ആ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ഒരു തിയറിയുടെ പോർഷൻസ് വന്നു വീണ്ടും പറയുന്ന ഒരേ കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ CV-യുടെ കാര്യം, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തിയറിയുടെ കുറച്ച് പോർഷൻസ്. ഇത് മൂന്ന് സ്ഥലത്ത് നിന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം പഠിക്കുന്നത് 5 മുതൽ 10 മിനിറ്റ്, അതിൽ കൂടുതലില്ല. എല്ലാവർക്കും ഇതാവണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിൽ വരുത്താനുള്ള രീതിയിൽ ഇതാക്കണം. അപ്പൊ നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടും കാര്യമില്ല. നമുക്ക് മാക്സിമം നോക്കാം. ഇതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നോക്കണം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് കട്ടിങ്, അതൊക്കെ നമുക്ക് കുഞ്ഞു ക്ലാസ്സിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. കട്ടിങ് ഇസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഫിനിഷ്ഡ് കമ്പൗണ്ട് ബൈ റിമൂവൽ. അതൊക്കെ അറിയാമല്ലോ. മെറ്റൽ കട്ടിങ് എന്ന് പറഞ്ഞത് ഒരു കമ്പൗണ്ട് കിട്ടാൻ, അല്ലെ, ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയായിരിക്കും നമ്മൾ ആ ഒരു മെറ്റൽ കട്ടിങ് എന്നുള്ള സംഗതി ചെയ്യുന്നത്. കട്ടിങ് ആക്ഷൻ ഈസ് ഡൺ ബൈ ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ്. ടൂളും വർക്ക് പീസും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് കട്ടിങ്ങുകൾ ഫോം ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് ഡിഫറെന്റ് മെറ്റൽ കട്ടിങ് ഓപ്പറേഷൻസുകൾ നമുക്ക് ഫോം ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് ടേണിങ് ചെയ്യിപ്പിക്കാം, ഡ്രില്ലിംഗ് ചെയ്യിപ്പിക്കാം, മില്ലിംഗ് ചെയ്യിപ്പിക്കാം ഉണ്ടല്ലോ. നമുക്ക് ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, അതുപോലെ ഡ്രില്ല് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. നടക്കുന്ന മില്ലിംഗ് എന്ന് പറഞ്ഞ സാധനം വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ. മില്ലിംഗ് കട്ടറിന്റെ ഹെൽപ്പോട് കൂടി മില്ലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കട്ടിംഗ് ടൂൾ, കട്ടിംഗ് ടൂളിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മേജർ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഒന്നാമത്തെ ടൈപ്പിന് നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്നും മറ്റൊരെണ്ണത്തിന് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ എന്നും പറയും. അതായത് കട്ടിംഗ് ടൂളിന്റെ കട്ടിംഗ് എഡ്ജുകളുടെ എണ്ണം അനുസരിച്ചിട്ടായിരിക്കും ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഓൺലി വൺ കട്ടിംഗ് ടിപ്പ് ഈസ് അവൈലബിൾ, അല്ലെ. അപ്പം നമുക്ക് ഒരൊറ്റ കട്ടിംഗ് ടിപ്പ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ഒരെണ്ണം മാത്രം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധനത്തിന് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് പറയും. അപ്പൊ മെറ്റൽ റിമൂവൽ റേറ്റ് വിത്ത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഈസ് ലോ, അല്ലെ. നമ്മുടെ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളിനെ അപേക്ഷിച്ച് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനകത്തുള്ള മെറ്റൽ റിമൂവൽ റേറ്റും കാര്യങ്ങളും കുറവായിരിക്കും. അപ്പം ലെയ്ത്ത്, ഷേപ്പിംഗ്, പ്ലാനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെ. പ്ലാനാർ, ഷേപ്പിംഗ് മെഷീൻസ്, അതുപോലെ തന്നെ ലെയ്ത്ത്, ഇതിലൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ വരുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിരിക്കും. ഇനി മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞത് മോർ ദാൻ വൺ കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്യിപ്പിക്കുന്ന സാധനത്തിനായിരിക്കും നമ്മൾ എപ്പോഴും എന്തെന്ന് അറിയപ്പെടുന്നത്, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് അറിയപ്പെടുന്നത്.
മെറ്റൽ റിമൂവൽ റേറ്റ് വിത്ത് എ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഇസ് വെരി ഹൈ അല്ലേ. നമുക്ക് മെറ്റൽ റിമൂവൽ റേറ്റ് ഫോർ എ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ മെറ്റൽ റിമൂവൽ റേറ്റ് എന്നറിയപ്പെടുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. എക്സാമ്പിൾ പറയുന്നത് ഡ്രില്ലിങ്, ഗ്രൈൻഡിങ്, മില്ലിങ് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാത്തിനും ആയിരിക്കും മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിട്ട് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കുഞ്ഞു ക്ലാസ്സിലെ അറിയാനുള്ള സാധനങ്ങളാണ്, നമുക്ക് അറിയാന്നുള്ളത്. ഇതാണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, ഇതാണ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ അല്ലേ, ഉണ്ടായിരുന്നു. ഓക്കെ, നോക്കാം ഇനി നമ്മുടെ ബേസിസിൽ. ഇപ്പൊ നമ്മള് കട്ടിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. മെറ്റൽ കട്ടിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് ടൂളുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഇവിടെ കട്ടിംഗ് ടൂളുകളെയാണ് സിംഗിൾ പോയിന്റ് എന്നും മൾട്ടി പോയിന്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞത് കട്ടിംഗ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡ്. നിങ്ങളെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളോ അല്ലെങ്കിൽ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒന്നാമത്തേന് ഓർത്തോഗണൽ കട്ടിംഗ് എന്നും രണ്ടാമത്തേന് പറയുന്നത് ഒബ്ലിക് കട്ടിംഗ്. ഇപ്പൊ ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞത് നമുക്കൊരു ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിസിനെ എന്തെങ്കിലും പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ ഓർത്തോഗണൽ എന്നായിരിക്കും പറയുക അല്ലെ. ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത്തരത്തിനായിരിക്കും നമ്മൾ എന്തെന്നറിയപ്പെടുന്ന ഓർത്തോഗണൽ ലൈൻ എന്ന് പറയുന്നത്. അതേസമയം ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിന് എന്താ ഒരു ആംഗിൾ മേടിയിപ്പിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞ പേരായിരിക്കും ഒബ്ലിക് അല്ലെ. ഒബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ആംഗുലർ രീതിയിലാണ് വരുന്നതെങ്കിൽ അതിനെ പറഞ്ഞ പേരായിരിക്കും ഒബ്ലിക്. അതാണ് നമുക്ക് ഓർത്തോഗണൽ എന്താണ്, ഒബ്ലിക് എന്താണെന്നുള്ളത് ബേസിക് ആയിട്ട്. ഇനി കട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേസ് നമുക്ക് നോക്കാം. എന്താണ് ഓർത്തോഗണൽ എന്നും എന്താണ് ഒബ്ലിക് കട്ടിംഗ് എന്നും നോക്കാം. ഫോർ എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് കട്ടിംഗ് എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ദ കട്ടിംഗ് വെലോസിറ്റി. അപ്പം നമുക്ക് നോക്കാം കട്ടിംഗ് വെലോസിറ്റി എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നോക്കാം. Orthogonal cutting, the cutting edge of a tool is perpendicular to the cutting velocity. Okay. Oblique cutting, the cutting edge is inclined at an equal to the cutting velocity. Cutting velocity നോക്കണ്ട, നമുക്ക് ജസ്റ്റ് അറിയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആക്സിസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ. അതായത് നമ്മളിരിക്കുന്ന ഒരു ടൂൾ ഉണ്ട്, അതുപോലെ തന്നെ ചിപ്പ് ഫോം ചെയ്യിപ്പിക്കുന്ന മറ്റൊരു ഡയറക്ഷൻ ആണ്, അതുപോലെ തന്നെ നമ്മുടെ മെഷീന്റെ വർക്കിന്റെ ജോബ് ഇരിക്കുന്ന ഇതായിരിക്കും. നമ്മുടെ മെഷീൻ അല്ലെങ്കിൽ മെഷീന്റെ വർക്ക് ജോബ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ജോബ് ഉണ്ടെങ്കിൽ ആ ജോബിന്റെ ആക്സിസ് ആണ് പറയുന്നത്. കേട്ടില്ല. അതെ, അത്രേ ഉള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇതിന് നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഒരു ആക്സിസ് ഉണ്ട് അല്ലെ. നമുക്ക് ഒരു വർക്ക് ഉണ്ടെങ്കിൽ ആ വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിസിന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും എന്താ പറയുന്നത്, ഓർത്തോഗണൽ കട്ടിംഗ് എന്ന്. ഇനി ആക്സിസ് ഉണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ഒരു വർക്കിന്റെ ജോബിന് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിസിന് എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ആംഗിൾ മേടിപ്പിച്ചിട്ടാണ് നമ്മൾ ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും പറയുന്നത് എന്തായിരിക്കും, ഒബ്ലിക് കട്ടിംഗ്. ബേസിക് ഐഡിയയിൽ അറിയേണ്ട അത്രേ കാര്യങ്ങളേ ഉള്ളൂ. ഇത് കട്ടിംഗ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒന്നും വേണ്ട, നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താണ് ഒബ്ലിക് എന്നും എന്താണ് ഓർത്തോഗണൽ എന്നും മാത്രം അറിഞ്ഞത്. നോക്കാം എവിടെയാണ് നമുക്ക് ഓർത്തോഗണൽ കട്ടിംഗ് ആണോ ബെസ്റ്റ് അല്ലെങ്കിൽ ഒബ്ലിക് കട്ടിംഗ് ആണോ ബെസ്റ്റ് എന്നുള്ള സാധനം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ വേണം. അതെന്തായാലും അറിഞ്ഞിരിക്കാം. നോക്കാം. കട്ടിംഗ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു ദ കട്ടിംഗ് വെലോസിറ്റി വെക്ടർ അല്ലെ. കട്ടിംഗ് വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ കുറച്ചുകൂടെ ഇതിനകത്ത് വരുന്ന സാധനമാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് ഇതിനകത്ത് കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് വരുന്ന സാധനമാണ് ഈ കട്ടിംഗ് വെലോസിറ്റി വെക്ടർ എന്നൊക്കെ. നമ്മുടെ IT ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ സാധനങ്ങളൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് അറിയേണ്ട സാധനം ഇദ്ദേഹത്തിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ആരുടെ ആക്സിസിന്, നമ്മുടെ വർക്ക് പീസിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും. മറ്റാണെങ്കിൽ വർക്ക് പീസിന്റെ ആക്സിസിന് എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ആംഗിൾ മേടിയിപ്പിക്കും. ഒരിക്കലും 90 ഡിഗ്രി അല്ല, 90-നെക്കാട്ടും കുറവോ അല്ലെങ്കിൽ കൂടുതലോ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും നമ്മൾ വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി കട്ടിംഗ് എഡ്ജ് ബീങ് നോർമൽ, ദ ഷിയർ ഫോഴ്സ് വേണ്ട ഇതൊന്നും വേണ്ട കേട്ടോ, ഷിയർ ഫോഴ്സും കാര്യങ്ങളൊന്നും വേണ്ട. നോക്കാം. ഇനി നോക്കാം, കട്ടിംഗ് എഡ്ജ് കവേഴ്സ് ദ വിഡ്ത്ത് ഓഫ് ദ വർക്ക് പീസ്. നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വർക്ക് പീസ് എടുക്കുകയാണെങ്കിൽ വർക്ക് പീസിന്റെ വിഡ്ത്തിനെ കട്ടിങ്ങിന്റെ എഡ്ജ് ഫുള്ളി കവർ ചെയ്യും. അതേസമയം കട്ടിംഗ് എഡ്ജ് മേ ഓർ മേ നോട്ട് കവർ ദ വിഡ്ത്ത് ഓഫ് ദ വർക്ക് പീസ്. വർക്ക് പീസിന്റെ വിഡ്ത്ത് അല്ലെ, ഓക്കെ, ഇതാണ് വർക്ക് പീസ് അല്ലെ, ഇതാണ് വർക്ക് പീസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് വർക്ക് പീസിന്റെ വിഡ്ത്ത്. നമ്മുടെ നമ്മുടെ ലെയ്ത്തിൽ നിങ്ങൾ ആലോചിക്കരുത് കേട്ടോ, ഇത് എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിക്കുന്നത് എല്ലാ സ്ഥലത്തും, വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെയും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിലാണ് ഇവിടെ ചുമ്മാ ഒരു രീതിയിലാണ് ഓർത്തോഗണലിനും അതുപോലെ തന്നെ ഒബ്ലിക് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് നമ്മളിൽ ലെയ്ത്തലിന്റെ കേസുകൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. പക്ഷെ ഇത് വേറൊരു ആപ്ലിക്കേഷൻ എന്നുള്ളത്, വേറെ ഏതെങ്കിലും ഒരു മെത്തേഡിലും നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാ സ്ഥലത്തും കട്ടിങ്ങിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് സെയിം എഫക്റ്റിലാണെന്ന് മാത്രം കേട്ടു വെച്ചിരിക്കുക. ഓക്കെ, നോക്കി ഒബ്ലിഗും ഉണ്ട് അതുപോലെ ഓർത്തോഗണലും ഉണ്ട്. അപ്പം ഈ ഒരു കട്ടിങ്ങിന്റെ വിഡ്ത്തിനെ ചിലപ്പം അഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളി വിഡ്ത്തിൽ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ വരാതെ ഇരിക്കുക അല്ലെ. ഒരു ആംഗിൾ മേടിയിപ്പിക്കുന്നതേക്കും ചിലപ്പോൾ വേണമെങ്കിൽ ആ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞ സംഗതി എന്ത് ചെയ്യുക, ഐസിൻ കോണ്ടാക്ട് വരുന്നത് വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ വിഡ്ത്തിനെ കൂടുതലായിട്ടും വരാം അല്ലെങ്കിൽ കുറവായിട്ടും വരാം എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി, എന്താ ആവശ്യമില്ല. ഇനി മാക്സിമം ചിപ്പ് തിക്നെസ് ഒക്കേഴ്സ് അറ്റ് ദ മിഡിൽ അല്ലെ, മിഡിൽ പോർഷനിലായിരിക്കും മാക്സിമം ചിപ്പ് തിക്നെസ് വരുന്നത്. ഇനി മാക്സിമം ചിപ്പ് തിക്നെസ് മേ നോട്ട് ഒക്കർ അറ്റ് ദ മിഡിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്നും വേണ്ട, ആവശ്യമില്ല. ജനറലി വൺ കട്ടിംഗ് എഡ്ജ് ഇൻ ആക്ഷൻ അല്ല. അപ്പം അറ്റ് എ ടൈം നമുക്ക് വരുന്നത്, ഇതിന്റെ പ്രത്യേകത ഒരൊറ്റ കട്ടിംഗ് എഡ്ജ് മാത്രമേ ആക്ഷനിൽ വരത്തുള്ളൂ. അപ്പം ഇതെടുക്കുന്ന സമയത്ത് ഒരൊറ്റ കട്ടിംഗ് എഡ്ജ് മാത്രമേ വരുന്നുള്ളൂ എന്ന് അറിയാം. മോർ ദാൻ വൺ കട്ടിംഗ് എഡ്ജ് ആർ ഇൻ ആക്ഷൻ അല്ലെ, ഒന്നിലധികം കട്ടിംഗ് എഡ്ജുകൾ ആക്ഷൻ ആയിട്ട്. അതായത് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സാധനം, നമ്മൾ
ഇത് ചൂസ് ചെയ്യുന്നത്, നമ്മുടെ ഒബ്ലിക് കട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളുകൾക്കായിരിക്കും. അതേസമയം സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഓർത്തോഗണൽ കട്ടിംഗ് ഒക്കെ ആയിരിക്കും മിക്കവാറും. സിംഗിൾ പോയിന്റിലൊക്കെ, അല്ലെങ്കിൽ സിംഗിൾ പോയിന്റിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ഓർത്തോഗണൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, അതേസമയം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒബ്ലിക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇവർ പറയുന്ന എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്ന ചിസലിങ്, അതുപോലെ ബ്രോച്ചിങ്, ജാക്ക് പ്ലെയിൻ. ജാക്ക് പ്ലെയിൻ എന്തെന്നറിയാമോ? ജാക്ക് പ്ലെയിൻ അതായത് മറ്റേ തടിക്കാരില്ലേ, തടിയൊക്കെ ചെയ്യുന്നില്ലേ, അതെ അതെ, തടിയുടെ ആ ഒരു സർഫസിനെ, അതെ അതെ, ഇത് ചീള് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കട്ടിംഗ് എന്നറിയപ്പെടുന്ന എപ്പോഴും എന്തായിരിക്കും, ഓർത്തോഗണൽ എന്നുള്ള രീതിയിലുള്ള കട്ടിങ്ങുകളായിരിക്കും ഉപയോഗിക്കുക. അതായത് അദ്ദേഹത്തിന്റെ കട്ടിംഗ് എഡ്ജ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ കട്ടിംഗ് എഡ്ജ് എന്നറിയപ്പെടുന്നത് നമ്മുടെ വർക്ക് പീസിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇതാക്കാൻ. അതേസമയം നമ്മളുടെ ടേണിംഗ് വർക്ക് അല്ലെ, നമ്മളതിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടേണിംഗ് വർക്കുകൾ എടുക്കാം. അതേസമയം മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളുകൾ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് എടുക്കാം, മില്ലിംഗ് എടുക്കാം. അവിടെയൊക്കെ നമ്മൾ കൂടുതലായിട്ടും എന്താ ഉപയോഗിക്കുക, നമ്മുടെ ഒബ്ലിക് കട്ടിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ആയിരിക്കും. അതായത് ഇതിന്റെ ആക്സിസിന് ഒരു പർട്ടിക്കുലർ ആംഗിൾ മീഡിയേറ്റിച്ചിട്ടായിട്ട് മരിക്കുക എന്നാണ് പറയുന്നത്. അതായത് കട്ടിംഗ് എഡ്ജ് ആണ് പറയുന്നത്. കട്ടിംഗ് എഡ്ജ്, ടൂളിനെ അല്ല, നമ്മുടെ കട്ടിംഗ് എഡ്ജിന്റെ കേസാണ് പറയുന്നത്. കട്ടിംഗ് എഡ്ജ് ഒരു പർട്ടിക്കുലർ ആംഗിൾ മീഡിയേറ്റിച്ചിട്ടായിരിക്കും വെക്കുക എന്നാണ് കട്ടിംഗ് എഡ്ജ്. ഓക്കെ, പറ. ആ ആ ആ ഓർത്തോഗണലാണ് ഉപയോഗിക്കുന്നത്. അല്ല അല്ല, അത് നമ്മള് പറയുന്ന സംഭവം, അതായത് ഓക്കെ, ഇതെല്ലാം പറയുന്നത് കട്ടിംഗ് എഡ്ജുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. കട്ടിംഗ് എഡ്ജുമായിട്ട് ബന്ധപ്പെട്ട്, കട്ടിംഗ് എഡ്ജ് എന്ന് പറയപ്പെടുന്നത് കട്ടിംഗ് എഡ്ജിന്റെ, കട്ടിംഗ് എഡ്ജ് തന്നെ ഒരു ആംഗിൾ അല്ലേ ഇരിക്കത്തുള്ളൂ. കട്ടിംഗ് എഡ്ജ് നമ്മൾ പറയുന്നത് പോലെ കറക്റ്റ് പെർപെൻഡിക്കുലർ ഇങ്ങനെയല്ല കട്ടിംഗ് എഡ്ജ് ഇരിക്കുക. ഒരു വളഞ്ഞു കുളഞ്ഞു എന്നുള്ള രീതിയിലല്ലേ, ഇങ്ങനെയല്ലേ ഇരിക്കത്തുള്ളൂ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ കാണിച്ചു തരാം. അതെ, ഈ സാധനം പാർട്ടിംഗ് ടൂള്. ഉം ഉം ഉം. ആ ആ ഞാനിലേക്ക് നിൽക്കുന്ന, ഞാനിലേക്ക്. അല്ല, അതിലും എങ്ങനെയല്ലേ, അതിലും നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതായത് ഇതിനെക്കാട്ടി ചെറിയൊരു സാധനം ആയിരിക്കത്തില്ലേ, ഇങ്ങനെ ഇരിക്കുന്ന ഐറ്റം ആയിരിക്കത്തില്ലേ. അതായത് ഗ്രൂവ് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു കട്ടിംഗ് എഡ്ജ് ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇത്രയും വിട്ടും കാര്യങ്ങളൊന്നും വരത്തില്ല, ഭയങ്കര ചെറുതായിട്ടുള്ള സാധനമായിരിക്കും. ആ അതെയാണ്, ഇത് ഇത്രയും തിക്നെസ്സും കാര്യങ്ങളൊന്നും വരത്തില്ല. പകരം ഭയങ്കര ഇതിനെക്കാട്ടും ചെറിയൊരു സാധനമായിരിക്കും വരുന്നത്. ഈ പാർട്ടിങ് ഓഫിന്റെ കേസ് അല്ല. പാർട്ടിങ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്ന് പറഞ്ഞത് രണ്ട് പീസ് ആക്കുക എന്നാണ്. അതായത് ഒരു വർക്ക് പീസ് ഇരിക്കുകയാണെങ്കിൽ രണ്ട് പീസ് ആക്കുക. ഗ്രൂവ് ചെയ്യുന്ന ആ ഒരു ടൂൾ എന്ന് പറഞ്ഞ സാധനം. ആ ആ ആ ആ ആ ആ ആ അത് കേട്ടുണ്ടോ, അങ്ങനെ ഓർത്തോണൽ കട്ടിങ് ആണെന്ന് കേട്ടുണ്ടോ ആ സാധനം? അല്ല ടൂള്, അല്ലല്ല, ടൂൾ എല്ലാത്തിലും നേരെയാ പോകുന്നത്. നമ്മളിപ്പം ഈ ടൂൾ ആയിരുന്നാലും ടൂളിനെ നമ്മൾ വളയ്ക്കുകയും തിരിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. ടൂളിനെ നമ്മൾ നേരിട്ടാണല്ലോ വിടുന്നത്. അതേസമയം ഇദ്ദേഹത്തിന്റെ കട്ടിംഗ് എഡ്ജ് ഇല്ലേ, ഇദ്ദേഹത്തിന്റെ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കുന്നു. കട്ടിംഗ് എഡ്ജ് ഇങ്ങനെ ഇരിക്കുന്നത്. കട്ടിംഗ് എഡ്ജ് നേരെ ഇരുന്ന എന്താ പ്രത്യേകത, കട്ടിംഗ് എഡ്ജ് ഇപ്പൊ പറയുന്നത് കട്ടിംഗ് എഡ്ജ് ഇങ്ങനെ ഇരിക്കുന്നതാണ് പറയുന്നത്. കട്ടിംഗ് എഡ്ജ് ഇങ്ങനെ ഇരിക്കും, അതായത് ആക്സിസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതായത് അവർ പറയുന്നത് ഇതാണ് നമ്മുടെ വർക്ക്, ഇത് നമ്മുടെ ലെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ ലെയ്ത്തിന്റെ വർക്ക് പീസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേസമയം കട്ടിംഗ് എഡ്ജ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ടിങ് പോസിബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇത് ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ ഇതുള്ളൂ. അതായത് ഒരു മൂർച്ച കിട്ടിയ ഒരു ഭാഗം ഇരുന്നാൽ മാത്രമേ, ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് കട്ടിങ് ആകത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ കൂടും. അപ്പം ഇതാണ് ഓർത്തോഗണലും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം അത് എന്തായാലും അറിഞ്ഞിരിക്കുന്നത്, എന്താണ്, എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഒബ്ലിക് കട്ടിങ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഓർത്തോഗണൽ കട്ടിങ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓർത്തോഗണലും ഒബ്ലിക് ക്ലിയർ അല്ലേ? ഇതാണ് ജാക്ക് പ്ലെയിൻ, ഇത് അടങ്ങണ്ട. നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഇതിന്റെ കാർപ്പൻട്രി അല്ലെങ്കിൽ ആ വർക്ക്ഷോപ്പുകളിലോ അല്ലെങ്കിൽ അവര് തടി ഇതാക്കുന്ന സമയത്തൊക്കെ ഇളക്കി കളയുന്ന സാധനമായിരിക്കും ഈ ഇതെന്ന് അറിയപ്പെടുന്നത് ജാക്ക് പ്ലെയിൻ. ഇതറിയാം, ഡ്രില്ലിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി.
കട്ടിംഗ് ടൂൾ നോക്കിയ സിംഗിൾ പോയിന്റ്. ഓക്കെ, കട്ടിംഗ് ടൂൾ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജിന്റെ ബേസിസിൽ സിംഗിൾ പോയിന്റ്, മൾട്ടി പോയിന്റ് എന്ന് പറയും. ഈ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫോർജ്ഡ് എന്നും ബ്രേസ്ഡ് ടിപ്പ് എന്നും മെക്കാനിക്കലി ഫാസ്റ്റ് ആൻഡ് ടിപ്ഡ് സെന്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർജ്ഡ് എന്ന് അറിയപ്പെടുന്ന കാർബൺ ഷീലോ HSSO കൊണ്ട് നമുക്ക് ഫോർജ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. HSSനെ നമുക്ക് ഡ്രോ ഫോർജിങ് അല്ലെങ്കിൽ ഫോർജിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് HSSന്റെ ആ ഒരു സോളിഡ് ടൈപ്പ്, അതിനാണ് ഈ സോളിഡ് ടൈപ്പ് എന്ന് അറിയപ്പെടുന്നത്. മിക്കവാറും പറഞ്ഞ സോളിഡ് ടൈപ്പ് എന്നായിരിക്കും പറയുന്നത്. സോളിഡ് ഫോർജ്ഡ് ടൂൾസ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ ടൂളുകളെ ക്ലാസിഫൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണുന്നത് എങ്ങനെ ഇരിക്കും എന്നതിന്റെ ബേസിസിലൊക്കെ ആയിരിക്കും ഇതാക്കുന്നത്. ഫോർജ്ഡ് ആയിട്ടുള്ള ടൂൾ ഒന്നെങ്കിൽ കാർബൺ സ്റ്റീൽ അല്ലെ, ഹൈ കാർബൺ സ്റ്റീലോ ഉണ്ടോ, അല്ലെങ്കിൽ HSS അല്ലെ ഹൈ സ്പീഡ് സ്റ്റീലോ ഉണ്ടായിരിക്കും ചിലപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ബ്രേസ്ഡ് ടിപ്പ് എന്നറിയപ്പെടുന്നത് കാർബൈഡും സ്റ്റെല്ലേറ്റ് ബിറ്റ്സും ആയിരിക്കും എന്തിന്റെ അറ്റത്തോട്ട് വരുന്നത്, ഈ ബ്രേസിങ്ങിന്റെ ഇതിലോട്ടും വരുന്നത്. ഇതിന്റെ ആ ഒരു ഷാങ്കിന്റെ പോർഷൻ വന്നിട്ട് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും, ചിലപ്പോൾ കാർബൺ സ്റ്റീലോ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീലോ ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഇവിടെ ബ്രേസ് ചെയ്തിരിക്കുന്ന ആ ഒരു പിടിപ്പിച്ചിരിക്കുന്ന സാധനം ഒന്നെങ്കിൽ സ്റ്റെല്ലൈറ്റോ അല്ലെങ്കിൽ കാർബൈഡ് കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ കട്ടിംഗ് എഡ്ജ് വരുന്ന പർട്ടിക്കുലർ പോർഷൻ ചിലപ്പോൾ എന്തായിരിക്കും വരുന്നത്, ബ്രേസ്ഡ് അല്ലെങ്കിൽ ബ്രേസ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് വരുന്നത്. ഇനി മെക്കാനിക്കലി ഫാസ്റ്റ് ആൻഡ് ആയിട്ടുള്ള ടിപ്ഡ് ആയിട്ടുള്ള ഈ സാധനം നമ്മൾ കണ്ടില്ലേ, ഇതിന്റെ പേരെന്താ, ടിപ്ഡ് ആയിട്ടുള്ള സാധനത്തിന്റെ പേരെന്താ, ടിപ്ഡ് ആയിട്ടുള്ള സാധനത്തിന് എന്തോ ഒരു സാധനമായിട്ട് പറഞ്ഞു, എന്തായിരുന്നു പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ സാധനം. മെക്കാനിക്കലി ഫാസ്റ്റ് ഉണ്ട്, മെക്കാനിക്കലി ഫാസ്റ്റ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പേരെന്താ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു, നോമൻക്ലേച്ചർ ഒക്കെ പറഞ്ഞു. മെക്കാനിക്കലി ഫാസ്റ്റ് ആൻഡ് ആയിട്ടുള്ള ടിപ്പുകൾ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ പേരൊക്കെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഒരു സാധനം, ഇൻസേർട്ട് അല്ലെ, ഇൻസേർട്ട്സ്, അതായത് ഈ ഒരു സാധനത്തിന്റെ മറ്റൊരു പേരാണ് ഇൻസേർട്ട് എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ ഇൻസേർട്ടിനെ നിങ്ങൾ എങ്ങനെയാ പിടിപ്പിക്കുന്നത്, ഇൻസേർട്ടിന് വേണ്ടിയിട്ട് എന്താ സാധനം, എന്തിന്റെ പുറത്താ ഇൻസേർട്ട് പിടിപ്പിക്കുക, ഇൻസേർട്ടുകൾ എന്തിന്റെ പുറത്താ പിടിപ്പിക്കുക, ഇൻസേർട്ടിന് വേണ്ടിയിട്ട് എന്തോ ഒരു സാധനത്തിനാണ് ഇൻസേർട്ട് പിടിപ്പിക്കുക. അത് നമ്മൾ നോമൻക്ലേച്ചർ പഠിച്ചായിരുന്നു. ഹോൾഡർ അല്ലെ, ഇൻസേർട്ടിന് വേണ്ടിയിട്ട് ഹോൾഡർ, ഇൻസേർട്ടിന്റെ പേരെന്നറിയപ്പെടുന്ന ഹോൾഡർ, ഹോൾഡറിലായിരിക്കും ഇത് പിടിപ്പിക്കുക. ഓക്കെ, ഇൻസേർട്സ് ഇത് ഉദ്ദേശിക്കുന്ന സാധനം ഇതാണ് കേട്ടോ. നമുക്ക് നമ്മൾ പഠിച്ചതെന്നുള്ളത് കാർബൈഡിന്റെ ഇൻസേർട്ട് ആയിരുന്നു പഠിച്ചത്. ഇതിപ്പോ അമ്മമാര് പറഞ്ഞിരിക്കുന്നത് സെറാമിക് ബിറ്റ്സുകളും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പറഞ്ഞത്. ചുമ്മാ കേട്ട് വെച്ചിരിക്കുക. ഇൻസേർട്ടുകൾ നമ്മൾ പഠിച്ചതെല്ലാം കാർബൈഡിന്റെ ഇൻസേർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഷേപ്പിന്റെ ബേസിസിൽ ഷേപ്പിന്റെ ബേസിസിൽ ഓരോന്നാണ്. ഇത് ഇൻസേർട്ട് ആയിരിക്കും. ഇൻസേർട്ട് ഏതിനാ പിടിപ്പിക്കാന്ന് ഓൾറെഡി കണ്ടു. നമ്മൾ ഇൻസേർട്ട് ആണെങ്കിൽ ഇൻസേർട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ ആണ്, ആ ഹോൾഡറിലായിരിക്കും പിടിപ്പിക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇല്ല, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ ക്ലാസ്, ഇതെല്ലാം നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ ക്ലാസിഫിക്കേഷൻ. അതെ കറക്റ്റ്. നമ്മൾ ആ ഇൻസേർട്ട് പറഞ്ഞതും സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് കേട്ടോ. കട്ടിംഗ് എഡ്ജ് ഒരെണ്ണം, അതായത് ഇൻ കോൺടാക്ട് വരുന്ന സ്ഥലം. അതായത് ഇപ്പൊ നമുക്ക് തോന്നാം, ഇപ്പം ഇങ്ങനെ ഒരു ഇൻസേർട്ട് നമ്മൾ കണ്ടില്ലേ, ഇതേത് ഷേപ്പിലായിരിക്കുന്നത്, ഏതെങ്കിലും ഒരു ഷേപ്പ് പറഞ്ഞേ ചുമ്മാ. ഈ ഷേപ്പ് ഏതാണ്, സ്ക്വയർ ഷേപ്പ് അല്ലെ. അപ്പൊ നമ്മൾ സ്ക്വയറോ റെക്ടാംഗിളോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ കണ്ടപ്പോഴത്തേക്കും നമ്മൾ തോന്നും, അപ്പൊ ഇതിനകത്ത് ഒന്നിലധികം കട്ടിംഗ് എഡ്ജ് ഇരിക്കുകയല്ലേ, അല്ലെങ്കിൽ ഒന്നിലധികം കട്ടിംഗ് എഡ്ജ് ഇരിക്കില്ല. പക്ഷേ ഇവരുടെ കൺസെപ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞത് ഒന്നിലധികം കട്ടിംഗ് എഡ്ജ് ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം വർക്ക് പീസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരൊറ്റ കട്ടിംഗ് എഡ്ജ് ആണെങ്കിൽ അതിനെ നമ്മൾ അതായത് കോൺടാക്ട് ചെയ്യുന്ന സാധനം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒരെണ്ണം ആയതുകൊണ്ട് ഇദ്ദേഹം സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. മോർ ദാൻ വൺ കട്ടിംഗ് എഡ്ജ് പ്രസന്റ് ആണ്. ഇൻസേർട്ട് എടുക്കുകയാണെങ്കിൽ മോർ ദാൻ വൺ കട്ടിംഗ് എഡ്ജ് പ്രസന്റ് ആണ്. പക്ഷെ നമ്മൾ വർക്ക് പീസുമായിട്ട് കോൺടാക്ട് എടുക്കുന്ന സമയത്ത് ഒരൊറ്റ കട്ടിംഗ് എഡ്ജ് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? പക്ഷെ മറ്റേ സാധനം അങ്ങനെയല്ല. മില്ലിംഗ് കട്ടറൊക്കെ എടുക്കുന്ന സമയത്ത് അത് കുറെ ഉണ്ട്, അത് എല്ലാം കട്ടിങ് പോസിബിൾ ആണ്. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം അങ്ങ് ഇതാക്കുകയാണ്. നമ്മൾ ഡ്രില്ലിംഗ് എടുക്കുന്ന സമയത്ത് ഒന്നിലധികം കട്ടിംഗ് എഡ്ജ് പോസിബിൾ ഉണ്ടും താനും. അത് കറങ്ങുമ്പോഴത്തേക്കും മെഷീൻ കോൺടാക്ട് വന്നിട്ട് വർക്ക് പീസുമായിട്ട് കട്ട് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ചിപ്പും കാര്യങ്ങളും കിട്ടുന്നത്. അല്ലെങ്കിൽ വർക്ക് പീസിൽ ചെറിയൊരു ഹോളും കാര്യങ്ങളും ഉണ്ടാവാനുള്ള കാര്യം ഇതാണ്. മറ്റേത് അങ്ങനെയല്ല, ഒന്നിലധികം കട്ടിംഗ് എഡ്ജ് ഉണ്ടെങ്കിലും നമുക്ക് അറ്റ് എ ടൈം ഒരു വർക്ക് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വർക്കുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ഒരൊറ്റ കട്ടിംഗ് എഡ്ജ് ആയി വരത്തുള്ളൂ. അതാണ് നമ്മുടെ സിംഗിൾ പോയിന്റും മൾട്ടി പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇതൊക്കെ അറിയാന്നുള്ള കാര്യമാണ്. ചുമ്മാ ഒരു കൺസെപ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യും.
ഓക്കെ, മെക്കാനിസം ഓഫ് ടിപ്പ് ഫോർമേഷൻ ഇതൊക്കെ ഒന്ന് അറിയുന്നുണ്ട് നല്ലത്. വെൻ ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ് വിത്ത് ദ ടിപ്പ് ഓഫ് ദ ടൂൾ ഓൺ ദ വർക്ക് പീസ് ദ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഒക്കേഴ്സ് അല്ലെ. അതായത് നമുക്ക് ടൂളും നമ്മുടെ വർക്ക് പീസിന്റെ പുറത്തും കൂടെ വരികയാണെങ്കിൽ അതിനകത്ത് എന്താ നടക്കുന്നത്, ആക്ച്വലി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് അല്ലെ. തിരിച്ച് നമുക്ക് റീഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ട്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ട്. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് പഴയ പൊസിഷനിലോട്ട് തിരിച്ച് എത്തിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയാം. പ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്നത് ഇത് പൊട്ടിപ്പോയല്ലേ, പൊട്ടിപ്പോയി തിരിച്ച് വരത്തില്ല. അങ്ങനത്തെ സാധനമായിരിക്കും ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ അപ്ലൈഡ് ഫോഴ്സ് വെൻ ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഗ്രേറ്റർ ദാൻ ദ അൾട്ടിമേറ്റ് വേണ്ട ഒന്നും വേണ്ട. ഇതൊക്കെ നമ്മുടെ എഞ്ചിനീയറിംഗ് കാര്യങ്ങളാണ്, നമുക്ക് അത്രയും ഇത് വേണ്ട കേട്ടോ. അപ്പൊ അങ്ങനെ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേരായിരിക്കും നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്, ചിപ്പ് എന്നറിയപ്പെടണം അല്ലെ. ചിപ്പ് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര്. നമുക്ക് അത്രയും ഡീപ്പായിട്ടൊന്നും അറിയണ്ട, ചുമ്മാ ഒന്ന് അറിഞ്ഞു. ഇത്രയും ക്ലിയർ അല്ലേ. നമുക്ക് ഇത് കുറച്ചുകൂടെ നോക്കിയിട്ട് പോകാം. നമുക്ക് ഈ കട്ടിംഗ് ടൂളിന്റെ നോമൻക്ലേച്ചറും കൂടെ നോക്കിയിട്ട് പോകാം കേട്ടോ. അത് കൂടെ അത്ര ഇമ്പോർട്ടൻറ്റ്. നോക്കാം കട്ടിംഗ് ടൂളിന്റെ നോമൻക്ലേച്ചർ. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിരിക്കും. നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിരിക്കും. വേണമെങ്കിൽ അവന്മാർക്ക് സാറന്മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊണ്ടുവരാം കേട്ടോ. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ വേണമെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം വേണമെങ്കിൽ ചോദിക്കാം. അത്രയും നല്ല ഡീപ്പായിട്ടൊക്കെ വരുന്ന ആളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒരു വെറൈറ്റി ആയിട്ട് ഇതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എടുത്ത് ഫ്രണ്ട് വെച്ചതിന് ശേഷം വേണമെങ്കിൽ ചോദിക്കാം. നല്ല ചോദ്യമല്ലേ, എല്ലാ സംഭവങ്ങളൊക്കെ പറയാം. അപ്പൊ നമുക്ക് കുറെ പേരുകളൊക്കെ അറിയാമെങ്കിൽ എല്ലാം അവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇംപ്രസ് ആവുമായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം. ഇതല്ലേ നമുക്ക് ഷാങ്ക് എന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ ബാക്കിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ ടോട്ടലി ഇരിക്കുന്ന സാധനമായിരിക്കും ഷാങ്ക് എന്നറിയപ്പെടുന്നത്. ഷാങ്ക്. ഇനി ഷാങ്കിന്റെ അടിയിലിരിക്കുന്ന പോർഷൻ, ഷാങ്കിന്റെ അടിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഷാങ്കും ആയിട്ടും എല്ലാ എല്ലാത്തിന്റെയും ബേസ് ആയിട്ടിരിക്കുന്ന പോർഷൻ ആയിരിക്കും ബേസ് എന്നറിയപ്പെടുന്നത്. അടിയിലിരിക്കുന്ന പോർഷൻ എപ്പോഴും ബേസ്. ഇനി നോക്കാം ഹീൽ അവിടെ ഇരിക്കട്ടെ, ഹീലൊക്കെ അവിടെ ഇരിക്കട്ടെ, ഹീൽ. ഇനി ഫേസ്. ഫേസ് എന്നറിയപ്പെടുന്ന എന്തായിരിക്കും, നമ്മൾ നേരത്തെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ടൂള് വന്നിടിച്ചല്ലേ, ടൂള് നമ്മുടെ വർക്ക് പീസിനെ വന്നിടിക്കുകയാണെങ്കിൽ ആ വർക്ക് പീസിന്റെ പുറത്ത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ചിപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ചിപ്പ് ഏതിന്റെ പുറത്തൂടെ ആയിരിക്കും പോവുക, ഫേസിന്റെ പുറത്തൂടെ ആയിരിക്കും പോവുക. ക്ലിയർ ആണോ? ചിപ്പ് ഫേസിന്റെ പുറത്തൂടെ ആയിരിക്കും പോവുക. അപ്പം ആ ഫേസ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പോർഷൻ എന്തായിരിക്കും ഇവിടെ, ഇതായിരിക്കും വരുന്നത് അല്ലെ. അതായത് കട്ടിംഗ് എഡ്ജ് ആരുമായിട്ട് വർക്ക് പീസുമായിട്ട് ഈസ് ഇൻ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പുറത്തൂടെ, ഏതിന്റെ പുറത്തൂടെയാണോ ചിപ്പ് പുറത്തോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ പേരായിരിക്കും എന്തെന്ന് അറിയപ്പെടുന്നത്, ഫേസ്. അതാണ് ഈ ഫേസ് അല്ലെ, ഫേസ്. ഓക്കെ. ഇനി ഫേസ് എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു ഫ്ലാങ്ക് പോർഷൻ ഉണ്ട്. നമുക്ക് ഫ്ലാങ്ക് ഇവിടെ കാണാമില്ല, നമുക്ക് ഫ്ലാങ്ക് നോക്കാം എവിടെയാണ് കിടക്കുന്നത് നോക്കാം. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിനകത്ത് എന്ത് ചെയ്യാം, ഓരോ കട്ടിംഗ് എഡ്ജ് ഉണ്ടല്ലേ. നമുക്ക് കട്ടിംഗ് എഡ്ജ് എടുക്കുകയാണെങ്കിൽ ഫേസിന്റെ ഫ്രണ്ട് പോർഷനിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, കട്ടിംഗ് എഡ്ജുകൾ വരാം. അപ്പൊ കട്ടിംഗ് എഡ്ജുകൾ ഇവിടെ ഒരു ചെറിയ കട്ടിംഗ് എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു വലിയ കട്ടിംഗ് എഡ്ജ് ഉണ്ട്. എന്തൊക്കെയുണ്ട്, ഇവിടെ ഒരു ചെറിയ കട്ടിംഗ് എഡ്ജ് ഉണ്ട്, ഇവിടെ മറ്റൊരു വലിയ കട്ടിംഗ് എഡ്ജ് ഉണ്ട്. അപ്പം ഈ വലിയ കട്ടിംഗ് എഡ്ജിനെ നമ്മൾ എന്താ പറയുന്നത്, മെയിൻ കട്ടിംഗ് എഡ്ജ് എന്നും മറ്റേ ചെറിയ കട്ടിംഗ് എഡ്ജിനെ നമ്മൾ എന്താ പറയാ, ഓക്സിലറി കട്ടിംഗ് എഡ്ജ് എന്ന് പറയും. അപ്പം വലിയ കട്ടിംഗ് എഡ്ജിന് എപ്പോഴും സൈഡിലാണ് ഇരിക്കുന്നത് അല്ലെ, ഫേസിന്റെ ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് സൈഡ് കട്ടിംഗ് എഡ്ജ് എന്നും. അതേസമയം നമ്മുടെ ഫേസിന്റെ എൻഡ് പോർഷനിൽ അല്ലെ, ഫേസ് തീരാറാവുന്ന ഒരു എൻഡ് പോർഷനിലാണ് നമുക്ക് അടുത്ത കട്ടിംഗ് എഡ്ജ് ഇരിക്കുന്നത്. അത് കുഞ്ഞ് കട്ടിംഗ് എഡ്ജ് ആയിരിക്കും, അതിനെ ഓക്സിലറി കട്ടിംഗ് എഡ്ജ് എന്നായിരിക്കും പറയുന്നത്. ആ ഒരു കട്ടിംഗ് എഡ്ജ് വരുന്ന പോർഷൻ എന്താ പറയുന്നത്, എൻഡ് കട്ടിംഗ് എഡ്ജ് എന്നായിരിക്കും പറയാം. നോക്കിയേ പേരുകളൊക്കെ നോക്കുക. ഫേസ് ഉണ്ട്, ആ ഫേസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രണ്ട് കട്ടിംഗ് എഡ്ജ് ആയിരിക്കും. ആരൊക്കെയാ വരുന്നത്, എൻഡ് കട്ടിംഗ് എഡ്ജ് എന്നും അതുപോലെ തന്നെ സൈഡ് കട്ടിംഗ് എഡ്ജ് എന്നും. സൈഡ് കട്ടിംഗ് എഡ്ജ് കുറച്ചുകൂടെ വലുതായിരിക്കും, എൻഡ് കട്ടിംഗ് എഡ്ജ് കുറച്ചുകൂടെ ചെറുതായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി സൈഡ് കട്ടിംഗ് എഡ്ജും എൻഡ് കട്ടിംഗ് എഡ്ജും രണ്ടും കൂടെ ചേരുന്ന ഭാഗം, സൈഡ് കട്ടിംഗ് എഡ്ജും എൻഡ് കട്ടിംഗ് എഡ്ജും കൂടെ ചേരുന്ന ഭാഗം എന്താ പറയാ, ആ കോർണർ പോലെ ഇരിക്കുന്ന സാധനം അല്ലെ, ഒരു ചെറിയൊരു ഒരു കർവേച്ചർ വരുന്ന, ആക്ച്വലി വരുന്നത് സാധനം ഒരു കർവേച്ചർ വരുന്ന ഒരു സാധനമായിരിക്കും. ആ ഏരിയ എന്താ പറയാ, ഓർമ്മയുണ്ടോ? ആ ഏരിയയുടെ പേര് ഓർമ്മയുണ്ടോ? നമ്മുടെ സൈഡ് കട്ടിംഗ് എഡ്ജും എൻഡ് കട്ടിംഗ് എഡ്ജും നോസ് എന്ന് പറയും അല്ലെ, നോസ് എന്ന് പറയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ റേഡിയസ് നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ നോസ് റേഡിയസ് എന്നായിരിക്കും പറയാം. നോസ് എന്നും നോസ് റേഡിയസ് എന്നും പറയും. ക്ലിയർ അല്ലേ? നോസ് റേഡിയസ്. ഓക്കെ. ഇനി ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫേസിന് തൊട്ട് താഴെ, ഫേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഫേസിന് തൊട്ട് താഴെ ഇങ്ങനെ ഒരു സാധനം അല്ലെ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പറയുന്ന പേര് ഫ്ലാങ്ക് എന്നായിരിക്കും. എന്താ പറയാ, ഫ്ലാങ്ക് എന്നായിരിക്കും പറയാം. ഇനി ഫ്ലാങ്കും അതുപോലെ തന്നെ രണ്ട് ഫ്ലാങ്കുകൾ ഉണ്ട് അല്ലെ. എന്തൊക്കെ കാണും, രണ്ട് ഫ്ലാങ്കുകൾ കാണും. ഒന്നെങ്കിൽ സൈഡ് ഫ്ലാങ്ക് എന്നും ഈ എൻഡ് സൈഡിൽ ഇരിക്കുന്ന, അതായത് നോക്കി ഇതിന്റെ പിറകോട്ട്, ഇതിന്റെ ഈ സൈഡിലോട്ട്, ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ ഇങ്ങനെ ഒരു സാധനം കൂടെ വരയ്ക്കുകയാണെങ്കിൽ, അതായത് എൻഡ് സൈഡിലോട്ടും ഇതേപോലത്തെ ഒരു പോർഷൻ കാണത്തില്ലേ, ഈ ഒരു പോർഷൻ തന്നെ എൻഡ് സൈഡിലോട്ടും കാണത്തില്ലേ. അപ്പൊ അതിനെ നമ്മൾ എൻഡ് ഫ്ലാങ്ക് എന്ന് പറയും. ടോട്ടലി ആ ടോട്ടൽ പോർഷന് ഫേസിന്റെ താഴെ ഇരിക്കുന്ന ടോട്ടൽ പോർഷൻ എന്താ പറയാ, ഫ്ലാങ്ക് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഫ്ലാങ്ക്.
ഇനി അതിന്റെ അടിയിലുള്ള പോർഷൻ എന്നറിയപ്പെടുന്ന നമ്മൾ ഓൾറെഡി ഒരു ബേസ് കണ്ടല്ലേ, ഇതിന് ഒരു ബേസ് കണ്ടു. ഇനി ബേസിൽ നിന്നും ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞ പേരായിരിക്കും ഹീൽ എന്ന് പറയാം. ഹീൽ എന്ന് പറയാം കേട്ടോ. അതിനകത്ത് എഡ്ജ് 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 അതായത് ഈ ഫ്ലാങ്കിന്റെ പോർഷന് ഈ ഫേസിന്റെ പോർഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ എൻഡ് ഫ്ലാങ്ക് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്, ഇതേ സൈഡ് ഫ്ലാങ്ക് എന്ന് പറയും. ഇതിന്റെ അടിയിലത്തെ പോർഷൻ ആയിരിക്കും ഹീൽ എന്നറിയാം. ഹീൽ ഓക്കെ അല്ലേ. ഹീൽ ഷാങ്ക് ഉണ്ട്, ഫേസ് ഉണ്ട്, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് അല്ലെ, മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ എങ്ങനെയൊക്കെയാണ് ഓരോ ആംഗിളുകൾ ഫോം ചെയ്യിപ്പിക്കുക, നമുക്ക് ഓരോന്നുണ്ട് അല്ലെ. ബാക്ക് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, എൻഡ് റിലീഫ് ആംഗിൾ, സൈഡ് റിലീഫ് ആംഗിൾ, നോസ് റേഡിയസ്. ഇത്രയായിരിക്കും നമ്മൾ എന്തെന്ന് പറയാ ഈ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഈ ടൂളിന്റെ എന്താ ഡെസിഗ്നേഷൻ അല്ലെ, ടൂളിന്റെ ഡെസിഗ്നേഷൻ എന്നോ അങ്ങനെ കുറെ ടൂളിന്റെ സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പഠിച്ചിരുന്നത്. ഒരു 7 എണ്ണം വരുന്ന ടൂളിന്റെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ടൂളിന്റെ ആ ഒരു സംഭവം, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ. അപ്പൊ അത് എങ്ങനെയാ വരുന്നതിന്റെ ബേസിക് ഐഡിയ ആണ് ഇത് ഇത്രയും പറഞ്ഞത്, ഷാങ്കറിനും ഇതിന്റെ സാധനങ്ങൾ. ഇനി ഓരോന്നും തമ്മിൽ എന്താ മാറിപ്പോവാത്ത രീതിയിൽ ഓരോന്നിന്റെ ആംഗിളുകൾ മേടിയിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഇത്രയും ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? ഫേസ് ഇത് ഫേസ് എന്നൊക്കെ തോന്നിയോ? ഇവിടെ ഫേസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു, അതിലൊക്കെ തോന്നുന്നില്ലേ ഫേസ്? എന്താ 2 ഫേസ് ഉണ്ടാന്ന് തോന്നുന്നില്ലേ? ഇല്ല, അത് ഫേസ് ഒന്നല്ല. ഷാങ്കർ അതിന് ടോട്ടലി പറയുന്ന ഷാങ്കർ തന്നെയാണ്. ഓക്കെ, കണ്ട നമ്മളിപ്പം കണ്ട അതേ സാധനം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടല്ലോ. ഇത് ഫേസ് എന്ന പോർഷൻ, ഇനി ഇതില് ഫ്ലാങ്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ ചുമ്മാ കാണിച്ചിരിക്കുന്നത്. എൻഡ് റിലീഫ് ആംഗിൾ, സൈഡ്, ഇതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഭ്രാന്താവും. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താ സാധനം. ഓരോന്നും ഓരോ വ്യൂ ആണ് കേട്ടോ. ഏതാണ്? ഓരോന്നും ഓരോ വ്യൂവിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ടൂളിന്റെ ആംഗിളുകൾ എടുക്കാം. അപ്പൊ ഒന്നാമത്തെ ആംഗിൾ ആയിട്ട് പറയുന്നത് ബാക്ക് റേക്ക് ആംഗിൾ എന്നോ അല്ലെങ്കിൽ റേക്ക് ആംഗിളോ എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും പറയാം. അപ്പം ബാക്ക് റേക്ക് ആംഗിൾ, ഫസ്റ്റത്തെ ആംഗിൾ പറയുന്നത് ബാക്ക് റേക്ക് ആംഗിൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ടോപ്പ് റേക്ക് ആംഗിൾ എന്നാണ്. എന്താ പറയുന്നത്? ബാക്ക് റേക്ക് ആംഗിൾ അല്ലെങ്കിൽ ടോപ്പ് റേക്ക് ആംഗിൾ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു നമ്മുടെ ചിപ്പ് ഇമ്പിഞ്ച് ചെയ്യുന്ന അല്ലെ, കട്ടിംഗ് എഡ്ജുമായിട്ട് ഈസ് ഇൻ കോണ്ടാക്ട് ചെയ്യുന്നിട്ട് ചിപ്പ് കറങ്ങി തിരിഞ്ഞ് ഏതിന്റെ പുറത്തൂടെ പോവാ? നമുക്ക് എല്ലാ ആംഗിളുകളും പഠിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നമ്മൾ 2 ആംഗിളേ പഠിക്കത്തുള്ളൂ, ബാക്ക് റേക്കും സൈഡ് റേക്കും പഠിച്ചിട്ട് നിർത്താം. എന്നിട്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ചിപ്പ് ഏതിന്റെ പുറത്തൂടെ പോകുന്നെന്ന് പറഞ്ഞാൽ ചിപ്പ് ഏതിന്റെ പുറത്തൂടെയാണ് ഈസ് ഇൻ കോണ്ടാക്ട് ചെയ്ത്? ഫേസിന്റെ പുറത്തൂടെ പോകുന്നു. അപ്പൊ നോക്കിയപ്പോ ഫേസിന്റെ പുറത്തൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഫേസ് വരുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്തുള്ള ഒരു സർഫസ്, എന്നിട്ട് ഈ നോസ് വരുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നിങ്ങൾ ബാക്കിലോട്ട് അല്ലെ, നമ്മുടെ ആക്സിസ് ഇരിക്കുന്ന ഒരു സാധനത്തിന് ആക്സിസിന്റെ പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു എന്ന് വെച്ചോ. നോക്കി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഇത്രയേ ഉള്ളൂ. ഈ ഫേസ് വരുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് പോരാത്തതിന് നമ്മുടെ ഈ നോസ് വരുന്ന ഒരു ഏരിയ ഉണ്ട്, ഇതാണ് നമ്മുടെ ബേസ്, അല്ലെങ്കിൽ ബേസ് ഇതായിരിക്കുന്ന ഇതാണ്. ഈ ബേസ് ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈനും കൂടെ ഇങ്ങോട്ട് വരയ്ക്കുക. നമ്മുടെ ഇതിന് ഓൾറെഡി ഒരു ആംഗിൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് ആ ഒരു ഫേസ് ഇരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇങ്ങനെ കമന്നിട്ട് ഇരിക്കുക. എന്നിട്ട് പോരാത്തതിന് ബേസിൽ നിന്നും നമുക്ക് ബേസിന് പാരലൽ ആയിട്ട് നമ്മുടെ നോസിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ എങ്ങനെയാ വരയ്ക്കുക, അല്ലെങ്കിൽ ആ ബേസിന്റെ ലൈൻ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഇത് തമ്മിൽ മേടിയിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും എന്നറിയപ്പെടുന്നത് ബാക്ക് റേക്ക് ആംഗിൾ. ക്ലിയർ ആയോ? ആംഗിൾ ക്ലിയർ ആയോ? ഒന്നാമത്തെ ആംഗിൾ ക്ലിയർ ആയോ? അതായത് നമ്മൾ എപ്പോഴും ഇങ്ങോട്ടാ നോക്കേണ്ടത്, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കാം, എങ്കിലായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക? ബാക്ക് റേക്ക് ആംഗിൾ കിട്ടുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം. ബേസ് ഉണ്ട്, ബേസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. പോരാത്തതിന് ഫേസ് ഉണ്ട് അല്ലെ, ഫേസ് അത് ഫേസുമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അത്രേ ഉള്ളൂ. ഫേസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു, അത് ഫേസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണ് എടുക്കുന്നത്, അതായിരിക്കും നമ്മുടെ ആക്ച്വലി എന്തെന്ന് അറിയപ്പെടുന്ന ബാക്ക് റേക്ക് ആംഗിൾ. അതാണ് ഒന്നാമത്തെ ആംഗിൾ. അപ്പൊ നമ്മൾ ഈ ആംഗിളുകൾ അങ്ങനെ പഠിച്ചു വെച്ചാലും നല്ലത് തന്നെ, ഫേസുമായിട്ട് മേടിയിപ്പിക്കുന്ന ആംഗിൾ ആണത്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ, പോസിറ്റീവ് റേക്ക് ആംഗിൾ, നെഗറ്റീവ് റേക്ക് ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഉണ്ട്. അപ്പൊ പോസിറ്റീവ് റേക്ക് ആംഗിളിന്റെ പ്രത്യേകത ഫേസ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം പോയിന്റ് ടുവേർഡ്സ് ദ ഷാങ്ക്. ഇറ്റ് ഈസ് ഓക്കെ, അതായത് പോസിറ്റീവ് റേക്ക് ആംഗിൾ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് ഫേസ് അല്ലേ, അപ്പം ഇത് നമ്മുടെ ഷാങ്കിനോട് എന്താ വരുന്നത്? നമ്മുടെ ഷാങ്കിനോട് താന്നിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ഷാങ്കിനോട് അതായത് ഈ ഒരു സംഭവം താന്നിട്ടാണ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഫേസ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ദ പോയിന്റ് ടുവേർഡ്സ് ദ ഷാങ്ക് അല്ലെ, അതിനെ പറഞ്ഞ പേരായിരിക്കും എന്തെന്ന് അറിയപ്പെടുന്നത്? പോസിറ്റീവ്. ഇനി അതേസമയം ഇത് നമുക്ക് പോസിറ്റീവ് ആണ് അത് പറയുന്നത് അല്ലെ. ഇനി അതേസമയം നെഗറ്റീവ് ആണ് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും? സ്ലോപ്പ് എന്നറിയപ്പെടുന്നത്
അതായത് ഇതിൽ നിന്നും സ്ലോപ്പ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, താഴോട്ടാണ് വരുന്നതെങ്കിൽ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റിലോട്ട് താഴോട്ടാണ് വരുന്നതെങ്കിൽ അത് എപ്പോഴും എന്താ പറയുന്നത്, നെഗറ്റീവ് റേക്ക് ആംഗിൾ എന്ന് പറയാം അല്ലെ, നെഗറ്റീവ് റേക്ക് ആംഗിൾ. ഇനി സീറോ റേക്ക് ആംഗിൾ എന്ന് പറയുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ആംഗിളും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഇത് ബേസ് എടുക്കുകയാണെങ്കിൽ ആ ബേസിന്റെ പാരലായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് എപ്പോഴും സീറോ റേക്ക് ആംഗിൾ. 3 ആംഗിളുകൾ പിടികിട്ടിയായിരുന്നോ? പോസിറ്റീവ് റേക്ക് ആംഗിൾ, നെഗറ്റീവ് റേക്ക് ആംഗിൾ ആൻഡ് സീറോ റേക്ക് ആംഗിൾ. അതായത് ഈ സ്ലോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് സ്ലോപ്പ് അല്ലെ. അതായത് നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു ഫേസിന്റെ സാധനം ഇതാണ് ഷാങ്ക്. ആ ഷാങ്കിലോട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ അത് എപ്പോഴും പോസിറ്റീവ്, താഴോട്ട് പോവുകയാണ്. അതേസമയം നമ്മുടെ ഇരിക്കുന്ന സംഗതി എടുക്കുകയാണെങ്കിൽ എന്താണ്, ഷാങ്കിന്റെ അവിടെ നിന്നും ഈ മേളിൽ നിന്ന് താപ്പോട്ട് പോവുകയാണെങ്കിൽ, തിരിച്ചാണ് വരുന്നതെങ്കിൽ, നേരെ തിരിച്ചു വരികയാണെങ്കിൽ അത് എപ്പോഴും നെഗറ്റീവ്. ഓക്കെ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് അറിയപ്പെടുന്നത് സീറോ റേക്ക് ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ബേസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ തന്നെ അങ്ങനെയും അതെ പ്രത്യേകിച്ച് ആംഗിളുകളൊന്നും മേടിയിപ്പിക്കുന്നില്ല, രണ്ടും ഒരേ സംഭവത്തിലാണ്, അല്ലെങ്കിൽ രണ്ട് പാരലൽ ടു എന്നുള്ള രീതിയിലെ കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും സീറോ റേക്ക് ആംഗിൾ. അങ്ങനെയുള്ള 3 റേക്ക് ആംഗിൾ ആണ് ഉള്ളത്, പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി അല്ലെ. സീറോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ബേസിന് പാരലായിട്ടിരിക്കുന്നതായിരിക്കും സീറോ റേക്ക് ആംഗിൾ, അത് അറിയാമായിരിക്കും. പക്ഷെ പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും ഡൗട്ട്. പോസിറ്റീവ് മാത്രം പഠിച്ചു വെച്ചിരിക്കുക. പോസിറ്റീവ് എന്ന് അറിയപ്പെടുന്നത് വേറെ ഒന്നുമല്ല, ആ ഫേസിൽ നിന്ന് എന്തിലോട്ടാണ് പോകുന്നത്, നമ്മുടെ ഷാങ്കിലോട്ട് പോകുമ്പോഴത്തേക്കും സ്ലോപ്പ് ഡൗൺവേർഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത് എപ്പോഴും പോസിറ്റീവ്. ഇനി സ്ലോപ്പ് എന്ത് ചെയ്യാം, നേരെ തിരിച്ചല്ലേ, ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കൗണ്ടർ ഇതായിട്ടുള്ള രീതിയിൽ നമുക്ക് നേരെ തിരിച്ചാണ് സ്ലോപ്പ് വരുന്നതെങ്കിൽ അത് എപ്പോഴും നെഗറ്റീവ് റേക്ക് ആംഗിൾ. ഓക്കെ അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ദ നെഗറ്റീവ് ഇഫ് ദ ഫേസ് സ്ലോപ്സ് അപ്വേർഡ് ടുവേർഡ്സ് ദ ഷാങ്ക് അല്ലെ. അതായത് നമുക്ക് ആ ഒരു ഇതില് നമ്മുടെ ഫേസിൽ നിന്ന് എന്ത് ചെയ്യാണ്, നമ്മുടെ ഷാങ്കിന്റെ അങ്ങോട്ട് പോകുന്ന അനുസരിച്ചിട്ട്, ഇവിടെയാണ് ഷാങ്ക് എങ്കിൽ ആ ഷാങ്കിങ് അങ്ങോട്ട് പോകുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, മേലോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് എപ്പോഴും എന്താ പറയുന്നത്, അതിനെ എപ്പോഴും പറയുന്നത് പോസിറ്റീവ് റേക്ക് ആംഗിൾ എന്നായിരിക്കും. ക്ലിയർ അല്ലേ, പോസിറ്റീവ് റേക്ക് ആംഗിൾ. ഓക്കെ, റേക്ക് ആംഗിൾ ഇൻക്രീസസ്. റേക്ക് ആംഗിൾ നിങ്ങൾ ഒരുപാട് കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് പറ്റും, റേക്ക് ആംഗിൾ ഒരുപാട് കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ പോസിറ്റീവ് ഭയങ്കര കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ഭയങ്കര കുറവും. ആരുടെ സ്ട്രെങ്ത്, നമ്മുടെ കട്ടിംഗ് എഡ്ജിന്റെ സ്ട്രെങ്ത് ഭയങ്കര കുറയും. അതുപോലെ തന്നെ അങ്ങനെ സ്ട്രെങ്ത് കുറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് ഫോഴ്സും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ ഫോഴ്സസ് ആൻഡ് പവർ കൺസംഷൻ ഡിക്രീസസ് അല്ലെ. അതായത് ഇത് താങ്ങാനുള്ള കഴിവ് ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ പവർ കൺസംഷനും ആ കാര്യങ്ങൾ ഇതാക്കും. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത പറയുന്നത് ടൂൾ ലൈഫ് ഇൻക്രീസസ് എന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു കൗണ്ടർ എന്നുള്ള സാധനം ഒന്ന് പഠിച്ചു വെച്ചിങ്ങനെ, ഈ സാധനം ടൂൾ ലൈഫ് ഇൻക്രീസസ് എന്നുള്ള സാധനം. അതായത് നമ്മുടെ റേക്ക് ആംഗിൾ ഇൻക്രീസസ്, സ്ട്രെങ്ത് കുറയും, അതേസമയം ടൂൾ ലൈഫ് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. നമുക്ക് റേക്ക് ആംഗിൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ടൂൾ ലൈഫ്, അതിന്റെ കേസ് അറിയത്തില്ല, നമ്മൾ അന്നും കാണാതെ എന്തിനാണ് പഠിച്ചു വെച്ചിരുന്നത് ഇങ്ങനെ സംഭവം എങ്ങനെയാണെന്ന്. ആ കൺസെപ്റ്റ് ഒന്നും നമുക്കത് എനിക്ക് ഓർമ്മയിരിക്കുന്നില്ല ആ സാധനം. അന്നത്തെ ആ കൺസെപ്റ്റും ഓർമ്മ വരുന്നില്ല, എങ്ങനെയായിന്നൊന്നും അറിയത്തില്ല, നമ്മൾ അന്ന് കാണാനാണ് പഠിച്ചെന്ന് തോന്നുന്നു. അല്ല, ആ ക്രൈറ്റീരിയ ഒന്നും അല്ല ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നവര്. നമ്മളിപ്പോ പഠിച്ചിരിക്കുന്ന ആ ക്രൈറ്റീരിയ ഒന്നും ആയിരിക്കത്തില്ല അവര് പറയുന്നതെന്ന് പറഞ്ഞത്. ഇത് സ്ട്രെങ്ത് കുറയും എന്ന് ഉദ്ദേശിക്കുന്ന സാധനം വേറെ ഒന്നുമില്ല, ഇത് നിങ്ങൾക്ക് അത്രയും ഭയങ്കര ഇതായിട്ടുള്ള സാധനത്തിനൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ്. മീൻസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അതും ടൂൾ ലൈഫുമായിട്ട് നിങ്ങൾ ഇതാക്കണ്ട, രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്യരുത്. കാര്യം ടൂൾ ലൈഫ് പറയുന്നത് തന്നെ ഇന്ന സ്പെസിഫിക്കേഷനിൽ ഇന്ന വർക്ക് പീസിലിട്ട് ഉപയോഗിക്കുന്ന സമയത്തുള്ള ഒരു ടൂൾ ലൈഫിന്റെ കാൽക്കുലേഷൻ ആണ്. അതേസമയം ആ ആ ആ ആ ആ ആ അതെങ്ങനെ ഇതാക്കും, എങ്ങനെ ടൂൾ ലൈഫ് ഇൻക്രീസ് ചെയ്യും എന്നുള്ള സാധനം ഇങ്ങോട്ട് അടിക്കും, കൗണ്ടർ അടിക്കും. ശരിയാണ്, അറിയാം. അത് പറയേണ്ടത്രേ ഉള്ളൂ, സ്ട്രെങ്ത് കുറവായിരിക്കും. കാര്യം എന്ന് പറഞ്ഞത് അതുപോലെ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് താങ്ങാനുള്ള, അതായത് ഈ നോസ് റേഡിയസ് ഇല്ലേ, ആ നോസ് റേഡിയസ് കുറഞ്ഞു പോകും. നോസ് റേഡിയസ് കുറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇതെന്താ പ്രത്യേകത, ഭയങ്കര ലീൻ ആയിപ്പോകും. നമ്മുടെ കട്ടിങ് എഡ്ജ് വരുന്ന പോർഷൻ ഇല്ലേ, ആ കട്ടിങ് എഡ്ജ് വരുന്ന പോർഷൻ ലീൻ ആയിരിക്കും. അതേസമയം പോസിറ്റീവ് വരുന്ന സ്ഥലത്ത് കണ്ടിട്ടില്ലേ, ഭയങ്കര വലിയ ഹാർഡർ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. അതായത് കട്ടിങ് എഡ്ജ് വരുന്ന സ്ഥലം അത്രയും ഹാർഡർ ആയിട്ടുള്ള സാധനമായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് എത്തുക എന്നാണ് പറയുന്നത് അതിൽ. നോക്കാം, പോസിറ്റീവ് റേക്ക് ആംഗിൾ ഈസ് ജനറൽ പർപ്പസ് റേക്ക് ആംഗിൾ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ മാത്രം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും പോസിറ്റീവ് റേക്ക് ആംഗിൾ ആയിരിക്കും. നെഗറ്റീവ് റേക്ക് ആംഗിൾ ഈസ് യൂസ്ഡ് വിത്ത് കാർബൈഡ് കട്ടിംഗ് ടൂൾ. നമ്മളെ കാർബൈഡ് കട്ടിംഗ് ടൂളുകൾ, നമ്മളെ കട്ടിംഗ് എഡ്ജ് ഒക്കെ അത്രയും വലിയ പർപ്പസിന്, അതെ ചിപ്പ് ഫ്ലോ ചെയ്യുന്നത് അതിനകത്തൂടെ ആയിരിക്കും, റേക്ക് ആംഗിളിലൂടെ ആയിരിക്കും.
അതെ പോസിറ്റീവ്. ഇനി റേഞ്ച് ഓഫ് റേറ്റ് ആംഗിൾ പറയുന്നത് 45-നും -10-നും ഒക്കെ ആയിരിക്കും. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരു വാല്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, 20 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാല്യൂ ഒക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ ആ റേക്ക് ആംഗിളിന്റെ പർട്ടിക്കുലർ പോർഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അതായത് ലീത്തിന്റെ പർട്ടിക്കുലർ പോർഷനിൽ വരുന്ന നമുക്ക് റേക്ക് ആംഗിൾ അഗൈൻ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു വാല്യൂ കൂടെ പഠിക്കും. ഇത് നമ്മുടെ എഞ്ചിനീയറിംഗ് ടെസ്റ്റിലൊക്കെ ഇതിനകത്ത് മറ്റേ മാനുഫാക്ചറിംഗ് പ്രോസസ്സിലെ അല്ല ഇതിലെ മെഷീൻ ടൂൾ പർട്ടിക്കുലർ ഏരിയയില്ലേ അതിനകത്ത് കൊടുത്തിട്ടുള്ള സാധനമാണ് ഈ സാധനം 45 -10 ആണ്. അതായത് നമുക്ക് നെഗറ്റീവ് റേക്ക് ആംഗിൾ പറയുകയാണെങ്കിൽ മാക്സിമം നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്ന -10 വരും. പോസിറ്റീവ് റേക്ക് ആംഗിൾ എടുക്കുന്ന സമയത്ത് 45 വരെയൊക്കെ ആയിരിക്കും പോകുക എന്നാണ് പറയുന്നത്. ഓക്കെ, 45 -10. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു സാധനം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് വേറെ എന്തെങ്കിലും ഇതാണെങ്കിൽ നോക്കി വെച്ചേക്കാം, അറിഞ്ഞിരിക്കാം. കേട്ടില്ല, നമ്മൾ 20 ഒക്കെ പഠിച്ചു. 20 30 പഠിച്ചിട്ടില്ല, 20 എന്നുള്ള രീതിയിൽ മാത്രം പഠിച്ചു. 20-30 വേറൊരു സാധനം പഠിച്ചു. 20-30 ഒക്കെ വേറൊരു സാധനം പഠിച്ചത്. നമ്മളൊരു 20ന്റെ കണക്ക് കണ്ടിട്ടുണ്ട്, ഒരു 0ന്റെ കണക്ക് കണ്ടിട്ടുണ്ട്, അതല്ല വേറെ ഒന്നും കണ്ടിട്ടില്ല. റേക്കിൽ 0 റേക്ക് ആംഗിളിന്റെ അവിടെ 0 എന്നുള്ള രീതിയിൽ മാത്രം, മറ്റത് 20. ഏത്? അതെ കാണും. 0 to 20, അതെ. സൈഡ് ഇത് 5 to 15 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ 0 to 20 ആണ് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് തന്നിരുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഈ സാധനം ക്ലിയർ അല്ലേ? റേക്ക് ആംഗിൾ ഒന്നാമത്തെ സാധനം ക്ലിയർ അല്ലേ? റേക്ക് ആംഗിൾ. ഇനി റേക്ക് ആംഗിൾ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പറയുന്ന സാധനം എന്ന് അറിയപ്പെടുന്നത് സൈഡ് റേക്ക് ആംഗിൾ ആയിരിക്കും. സൈഡ് റേക്ക് ആംഗിൾ. അപ്പൊ സൈഡ് റേക്ക് ആംഗിൾ നോക്കണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഈ വ്യൂ പോരാ, നമ്മൾ കുറച്ചുകൂടെ മറ്റൊരു വ്യൂവിൽ കണ്ടാൽ മാത്രമേ സൈഡ് റേക്ക് ആംഗിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. പറയാം. നമ്മൾ മറ്റേതിനകത്ത് എത്തുന്ന സമയത്ത് നമ്മൾ നോക്കുന്നതായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പൊ നമ്മൾ നോക്കാം. ഇതാ പറഞ്ഞേ. ഇല്ല നമുക്ക് സൈഡ് റേക്ക് ആംഗിൾ നമ്മൾ കണ്ടുപോകാം. ഈ സൈഡ് വ്യൂവിലായിരിക്കും ആക്ച്വലി കാണുന്നത് കേട്ടോ. സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞ സാധനം സൈഡ് വ്യൂവിലായിരിക്കും കാണാം. വേറെ ഒന്നുമില്ല, നമ്മളിപ്പം ഈ ഫ്രണ്ട് വ്യൂ അല്ലെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എങ്കിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കുകയെന്ന് വെച്ചോ. ഇതാണ് ഫ്രണ്ട് വ്യൂ എങ്കിൽ ഈ സൈഡിൽ നിന്നാണ് അങ്ങോട്ട് നോക്കുന്നത്. ഇതാണ് സൈഡ് അല്ലേ, എന്റെ ലെഫ്റ്റ് സൈഡ് എന്നുള്ള രീതിയിൽ. നിങ്ങളുടെയും ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ആയിരിക്കും എന്ത് കിട്ടുന്നത്? സൈഡ് റേക്ക് ആംഗിൾ കിട്ടുന്നത്. അതും എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? ഫേസ് ആണ്. പക്ഷെ ഫേസ് ചുമ്മാ അല്ല ഇരിക്കുന്നത്. ഈ ഫേസും അതുപോലെ ബേസിന് എന്ത് ഡയറക്ഷനിലായിരിക്കും ഇരിക്കുന്നത്? നിങ്ങളുടെ ഒരു ആംഗിൾ മേടിപ്പിക്കണമെങ്കിൽ ബേസിന് ഏത് ഡയറക്ഷൻ, അല്ലെങ്കിൽ ബേസിന്റെ ആക്സിസിന് എന്ത് ചെയ്യണം? ഒരു എന്ത് വരയ്ക്കണം? എന്ത് വരച്ചാലേ കിട്ടത്തുള്ളൂ സൈഡ് റേക്ക് ആംഗിൾ കിട്ടണമെങ്കിൽ? ബേസിന് പെർപെൻഡിക്കുലർ വരയ്ക്കണ്ടേ? ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കണം. ഇനി പോരാന്ന് വെച്ചിട്ട് ഫേസ് എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഫേസിന്റെ ആ ലൈനും കൂടെ വരയ്ക്കണം. കാണിച്ചില്ല, ഇതാണ് ഫേസ് അല്ലേ, ഇതാണ് ഫേസ്. ആ ഫേസിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഇനി ബേസ് ഇവിടെയാണ് ഇരിക്കുന്നത്, ആ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനും കൂടെ ഇങ്ങനെ വരയ്ക്കുക. അപ്പോഴായിരിക്കും എന്ത് കിട്ടുക? സൈഡ് റേക്ക് ആംഗിൾ കിട്ടുക. ഇങ്ങനെ തന്നെ പഠിച്ചിട്ടുള്ള സൈഡ് റേക്ക് ആംഗിൾ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു ദിവസം വരച്ചാൽ കിട്ടും. അതെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക, ഫേസിൽ നിന്ന് ഒരു ലൈൻ വരച്ചാലേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? റേക്ക് ആംഗിൾ കിട്ടത്തുള്ളൂ. അത് ബാക്ക് റേക്ക് ആംഗിൾ അല്ലെങ്കിൽ ടോപ്പ് റേക്ക് ആംഗിൾ എന്നായിരിക്കും പറയുന്നത്. ഇതെന്താ സൈഡ് വ്യൂവിൽ നോക്കണം. സൈഡ് വ്യൂവിൽ നോക്കിയതിനു ശേഷം ഫേസിന്റെ ലൈൻ എങ്ങനെ വരയ്ക്കുക, പോരാത്തതിന് എന്ത് ചെയ്യുക, നമ്മുടെ ഇരിക്കുന്ന ആ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനും കൂടെ വെച്ചാലേ സൈഡ് റേക്ക് ആംഗിൾ കിട്ടത്തുള്ളൂ. ഓക്കെ, സൈഡ് റേക്ക് ആംഗിളും ആക്ച്വലി ഫേസിന്റെ അതേ പർപ്പസ് തന്നെയായിരിക്കും. നമ്മൾ അതിനകത്തൂടെ എന്താ പറയുന്നത്? ചിപ്പ് അല്ലെങ്കിൽ ചിപ്പിന്റെ ആക്ച്വലി ഫോർമേഷൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ ചിപ്പ് എങ്ങനെയാണോ പോവേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇദ്ദേഹമായിരിക്കും. ഗൈഡ് ദ ഡയറക്ഷൻ ഓഫ് ചിപ്പ് ഫ്ലോ അല്ലെ, ചിപ്പ് ഫ്ലോന്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യുന്ന ഇദ്ദേഹമായിരിക്കും. സൈഡ് റേക്ക് ആംഗിൾ അവർ പറയുന്നത് 5 മുതൽ 15 എന്നാണ്. നമ്മുടെ ടെക്സ്റ്റിലൊക്കെ 0 to 20 എന്നുള്ള രീതിയിലേക്കായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന സാധനം. അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് 0 എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല. അതിനകത്ത് ആ കൂടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വെറുതെ സൈഡ് റേക്ക് ആംഗിൾ എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനെ ഒരു സ്ലോപ്പും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ ഇനി മെറ്റീരിയൽ അല്ലേ, മെറ്റീരിയൽ. അപ്പൊ HSS എടുക്കുന്ന വെച്ചോ, ഹൈ സ്പീഡ് സ്റ്റീൽ. നമ്മൾ ആദ്യമേ അന്ന് പഠിച്ചത് അങ്ങനെയായിരുന്നു അല്ലെ. ഹൈ സ്പീഡ് സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും യൂസ് ചെയ്യുക. പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഹൈ സ്പീഡ് സ്റ്റീൽ HSS എടുക്കുകയാണെങ്കിൽ HSSനെ നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി നമ്മുടെ നെഗറ്റീവ്, നമ്മൾ അടുത്തത് നെഗറ്റീവ്. അതപ്പം HSS എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അപ്പൊ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന പോസിറ്റീവ് ആണെന്ന് പറയാനുള്ള കാര്യം തന്നെയാണിത്. ഇനി നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് നെഗറ്റീവ് റേക്ക് ആംഗിൾ പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട്, കാർബൈഡ് ടൂൾസ് അല്ലെ. കാർബൈഡ് ടൂൾസുകൾ, കാർബൈഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ കാർബൈഡിനെ വെറുതെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, ടിപ്പുകൾ ഉപയോഗിച്ചിട്ടേ പറ്റത്തുള്ളൂ അല്ലെ. ടിപ്പുകൾ ഉണ്ടാക്കിയിട്ടേ നമുക്ക് കാർബൈഡുകൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ടിപ്പുകൾ, കാർബൈഡ് ടിപ്പുകളിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് റേക്ക് ആംഗിൾ ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, ഇനി
ഇനി ത്രെഡ് കട്ടിങ് അല്ലെ, ത്രെഡ് കട്ടിങ് ചെയ്യിപ്പിക്കുന്ന ടൂളുകൾ, ത്രെഡ് കട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ ത്രെഡ് ഒക്കെ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന സീറോ റേക്ടാംഗിൾ ആയിരിക്കും. ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സീറോ റേക്ടാംഗിൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സീറോ റേക്ടാംഗിൾ ഫോർ ത്രെഡ് കട്ടിങ്. ഓക്കെ, യൂസ്ഡ് ഫോർ മെഷീനിങ് ബ്രാസ് ആൻഡ് ഇൻ ത്രെഡ് കട്ടിങ്. ഓക്കെ, ബ്രാസുകൾക്കും ത്രെഡ് കട്ടിങ്ങുകൾക്കും നമുക്ക് എന്താ ഉപയോഗിക്കുന്നത്? സീറോ റേക്ടാംഗിളുകൾ ഉപയോഗിക്കും. ഓക്കെ, പോസിറ്റീവ് നമ്മൾ ഓൾറെഡി കണ്ടു, HSS-നാണ്. നെഗറ്റീവ് നമ്മൾ കണ്ടത് എന്തായിരുന്നു? കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആയിട്ടുള്ള സാധനങ്ങൾ, കാർബൈഡ് ടിപ്പുകൾ അല്ലെങ്കിൽ കാർബൈഡ് ടൂളുകളുടെ യൂസിനായിരിക്കും നമ്മൾ അത് ഉപയോഗിക്കുക. ഇത്രയും ക്ലിയർ അല്ലേ? പിന്നെ സൈഡ് റേക്ടാംഗിളിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇപ്പൊ ഏതാണ് ഫസ്റ്റ്, ഏതാണ് സെക്കൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ, പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇനി റിലീഫ് ആംഗിളുകളും കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. റിലീഫ് ആംഗിൾ, കട്ടിങ് എഡ്ജ്, ബാക്കിയുള്ള സാധനങ്ങൾ അല്ലെ. നമുക്ക് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ടൂൾ സിഗ്നേച്ചർ.